ഞാൻ എന്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത്? ഒരു അടിപൊളി കഥ കേൾക്കാം. സൂപ്പർ കഥ, വ്യത്യസ്തമായ ഒരു കഥ. കഥ നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? കഥ നായകൻ തന്നെ പറയും എവിടെയാണെന്ന്. ഒരിക്കൽ മഹാനവറുകൾ അരീക്കോടിനടുത്ത് ഒരു മൈത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അരീക്കോടിനകത്ത് മൈത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. ഒരു വ്യത്യസ്തമായ കഥ. ഈ കഥയിലേക്ക് ഒരു പരിപാടി, ഒരു വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഇറച്ചി വരട്ട് എന്ന് പറയും, അഥവാ കറി അല്ലാത്ത രൂപത്തിൽ, വളരെ ടൈറ്റായ രൂപത്തിൽ ഇറച്ചി, പിന്നെ ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം, കഥ ശ്രദ്ധിച്ച് കേൾക്കണം. ബീഫ്, അതായത് ഇറച്ചി വരട്ടിയത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ അതിൻ്റെ ട്വിസ്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ആ ഒരു ഭക്ഷണം കൂടെയുള്ള ആളുകൾ ഒന്ന് ഉഷാറായി നല്ല റാഹത്തായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ച ആ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കൊണ്ടുവച്ച് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുണിഷ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. ആയിക്കോട്ടെ, എന്താണ് അവിടെ കണ്ടുപിടിച്ച ആ അതിശയം? പറയൂ. സിയമരുള്ളായി ആ ഭക്ഷണം ഉണ്ടാക്കിയ ആ ബീഫ് കൊണ്ടുവച്ച ആ പാത്രത്തിലേക്ക് കൈ വിരൽ ചൂണ്ടിക്കൊണ്ട്, കാഫർ അറുത്തത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. കാഫർ ആരാണ് ഈ കാഫർ? കാഫർ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല. ട്വിസ്റ്റ് അവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് കിടക്കുന്നത്. ആരാണ് കാഫർ? അത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയ പാത്രത്തിൽ ഇട്ടിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടും എന്ന് മഹാനവറുകൾ പറഞ്ഞു. എന്തൊരു കഷ്ടം നോക്ക്. ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണത്തിനെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടാൻ. ഈ കേരളത്തിൽ എത്ര പട്ടിണി പാവങ്ങളുണ്ട്. അവർക്ക് കൊടുക്കായിരുന്നു. നിങ്ങളേതായാലും തിന്നണ്ട, പക്ഷെ ആ പാവങ്ങളെ ഒന്ന് ഓർക്കായിരുന്നു. അല്ലാതെ ആ ഭക്ഷണത്തെ കൊണ്ട് കുഴിച്ചു മൂടാൻ. പിന്നെ മഹാനവറുകൾ പറഞ്ഞല്ലേ, കുഴിച്ചു മൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഭക്ഷണമൊന്നും വെറും പുച്ഛമായിരിക്കും. നിങ്ങൾ തിന്നണ്ട, പക്ഷെ പാവപ്പെട്ടവർ കൊടുക്കായിരുന്നു. എന്നിട്ട് കുഴിച്ചു മൂടിയിട്ട് ഇപ്പോൾ കൂടെ ഉള്ളവർക്ക് സംശയമായി. കാരണം സിയം വലുതായി മഹാനവറുകൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കാഫറിൻ്റെ കടയിൽ നിന്നാണോ ഈ വീട്ടുകാരൻ ഇറച്ചി വാങ്ങിയത് എന്ന് വരെ ആളുകൾ സംശയിച്ചു. സംശയിച്ചു പോകും. കാരണം അത്രയും വലിയ രാജ്യദ്രോഹമാണല്ലേ ചെയ്തിരിക്കുന്നത്. സംശയിച്ചു പോകും. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിനെ കുഴിച്ചു മൂടാൻ പറഞ്ഞാൽ അത്രയും വലിയ ദ്രോഹമൊന്നും അല്ല ഇത്. മറ്റുള്ള മതക്കാർക്ക് കൊടുക്കായിരുന്നു. അവിടെയുണ്ടല്ലോ പട്ടിണി പാവങ്ങൾ. അവർക്ക് കൊടുത്ത അവർക്കെന്ത് കാഫർ ഗീഫർ? അന്നം, വിശപ്പ്, പട്ടിണി, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി അവർക്ക്. അത് നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ കാഫറിനെ അന്വേഷിക്കേ. ആരാണ് ഇത് കാഫർ? അപ്പോൾ ഈ വീട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഈ മാംസം വാങ്ങിയത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വാങ്ങാറുള്ള മുഹമ്മാക്ക എന്ന് പറയുന്ന അരീക്കോടിലുള്ള ഒരു കച്ചവടക്കാരനാണ്. മുഹമ്മാക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞു. മുഹമ്മദാക്ക ഒരു മുസ്ലിം പേരാണല്ലോ, അതൊരു മുസ്ലിമാണല്ലോ. അപ്പോൾ ഈ മുസ്ലിമായ മുഹമ്മദാക്ക എങ്ങനെയാണ് കാഫറാകുന്നത് എന്നുള്ളതാണ് ഈ കഥയുടെ ട്വിസ്റ്റ്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ. ഏതായാലും സീമലുദായുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ആ മാംസം ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി. സാധാരണ നമ്മൾ കൊലായിൽ നിന്ന് അല്ലെ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം മാറ്റി വെച്ചാൽ, കിച്ചണിലേക്ക് മാറ്റി വെച്ചാൽ അത് വീട്ടിലുള്ള ആളുകൾ ഭക്ഷിച്ച് അത് കഴിക്കുന്നൊരവസ്ഥയാണ്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് മഹാനവറുകൾ ഉണ്ടാക്കിയ പാത്രത്തിൽ ഇട്ടിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ അഹ്ലുകാരുടെ നഫ്സിനെയും നിങ്ങൾ സൂക്ഷിക്കണം, നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ അത് നമ്മൾ ഭക്ഷിക്കാതെ ഇരുന്നാൽ അത് അഹ്ലുകാർ ഭക്ഷിച്ച്, അല്ലെ കുടുംബങ്ങൾ ഭക്ഷിച്ച്, അത് അവരും ഹറാമിയത്ത് ഭക്ഷിക്കണ്ട എന്ന് കരുതിയിട്ടാണ് മഹാനവറുകൾ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടൊന്നല്ല, സത്യം പറഞ്ഞത് പട്ടിണി കിടന്നിട്ടില്ല, അതിൻ്റെ കഴപ്പക്കുത്താണത്. പട്ടിണി കിടക്കണം. പട്ടിണി കിടന്നിട്ട് പട്ടിണിപ്പാവങ്ങളുടെ വേദന അറിയണം. ഒരു നേരം പോലും ഭക്ഷണം കിട്ടാതെ വയറ് കാറി വെടിക്കണം. അങ്ങനെ പട്ടിണി കിടന്ന് പരിവട്ടമാകുമ്പോഴേ ഭക്ഷണത്തിൻ്റെ വില അറിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ മാത്രം ചിന്തിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ചിന്തിക്കണില്ല, പട്ടിണിപ്പാവങ്ങളെ ചിന്തിക്കണില്ല. പട്ടിണിപ്പാവങ്ങളെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭക്ഷണത്തെ കുഴിച്ചു മൂടാൻ പറയാൻ കഴിയില്ല. പട്ടിണി കിടക്കണം. നോമ്പിന് മാത്രം പട്ടിണി കിടന്നിട്ട് കാര്യമില്ല, കുറേ പട്ടിണി കിടക്കണം, എന്നാൽ പഠിക്കും. അങ്ങനെ ആ ഭക്ഷണം അവിടുന്ന് മാറ്റി പിന്നെ അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി.
എന്നിട്ട് മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഖാദിമീങ്ങൾ അവർക്കൊരു സംശയം, ഈ ഭക്ഷണം, ഈ മാംസത്തിൽ എന്തോ ഒരു പിഴവ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ മഹാനവറുകൾ ഇങ്ങനെ സൂചന പറഞ്ഞത്. അങ്ങനെ ഈ വീട്ടുകാരനെ കൂട്ടി ഈ ഇറച്ചിക്കടക്കാരൻ്റെ അടുത്ത് ചെന്നു. അവനോട് ചോദിച്ചു, നമ്മുടെ മൃഗങ്ങളെ ആരാണ് അറക്കാറുള്ളത്? അത് നമ്മുടെ സുന്നി പള്ളിയിലെ മൊല്ലാക്കയാണ്, മുഅദ്ദിനാണ് അറക്കാറുള്ളത്. ഇന്നത്തെ മൃഗത്തിനെ ആരാണ് അറുത്തത്? ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മുഅദ്ദിൻ നാട്ടിൽ പോയതായിരുന്നു. ഇപ്പം മുജാഹിദ് പള്ളിയിലുള്ള മൗലവിനെ കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത്. അപ്പോൾ ഇതിവിടെ അറക്കേണ്ട ആൾ അറുത്തിട്ടില്ല, ഇത് അർത്ഥം ശരിയായിട്ടില്ല എന്ന മഹാനവറുകളുടെ ഇതിൽ കാണുകയാണ്, സീമലുള്ളാഹി കാണുകയാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവിടെ അറക്കേണ്ട ആൾ അറുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഹലാലല്ലാത്തത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഹറാം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തു മാറ്റാൻ കൽപ്പിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് തിന്നിട്ട് എല്ലിൻ്റെ അടിയിൽ കുത്തുന്നതിൻ്റെ കുഴപ്പമാണ്, അല്ല വേറെ ഒന്നുമല്ല. ഒരു മുജാഹിദുകാരൻ അറുത്തത് കൊണ്ടാണ് അത് ഹറാമായി പോയ ഭക്ഷണമായത്. ഏതേ ഈ മുജാഹിദുകാരൻ എന്ന് പറയുന്ന ആൾ മുസ്ലിമാണ്, അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്. എന്തിന്? ബിസ്മി ചൊല്ലിയിട്ടായിരിക്കും അത് അറുത്തിരിക്കുക, തീർച്ചയായിട്ടും. അവനും അള്ളാഹുവിനെയാണ് വിളിക്കുന്നത്, അല്ല ഇബ്ലീസിനല്ല അയാൾ വിളിക്കുന്നത്. ഈ മുജാഹിദുകാരെന്ന് പറഞ്ഞാൽ ഇബ്ലീസിനെ വിളിക്കുന്ന ആൾക്കാരല്ല, അള്ളാഹുവിനെ വിളിക്കുന്ന ആൾക്കാരാണ്. അവനും മുസ്ലിം തന്നെയാണ്. നിങ്ങളൊക്കെ ഈ മരുഭൂമി ഉണ്ടല്ലോ, മരുഭൂമി, ആ മരുഭൂമിയിൽ കൊണ്ട് 1 മാസം കിടത്തണം, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കിടക്കണം. എന്നിട്ട് മുജാഹിദുകാരനെ കൊണ്ട് തന്നെ അർപ്പിക്കുകയും ചെയ്യണം ഇറച്ചി. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഭക്ഷണം കൊണ്ട് വെക്കണം. എന്നിട്ട് തൊട്ടു പോരുത്, മുജാഹിദുകാരൻ അർത്ഥമാണെന്ന് പറയണം. അപ്പം ഉണ്ടാകുന്ന ആ ഫീൽ ഉണ്ടല്ലോ, ആ ഭക്ഷണം കിട്ടാത്ത ഫീല്, അപ്പോഴേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. എന്തോ ഒരു മനുഷ്യന്മാരുടെ നിങ്ങളൊക്കെ.